എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിന്ന് വലിയ ടോപ്പിക്കൊന്നുമല്ല, ജസ്റ്റ് തിരിച്ച് പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓണാക്കിയെന്നേ ഉള്ളൂ. അവിടെ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് കുറച്ച് നേരത്തേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാനുള്ളതാണ്. വർക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഒരു 7 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 6 മണിയായി. SFSൻ്റെ സൈബർ ഗേറ്റ് അല്ല, സൈബർ ഗേറ്റ് ആണെന്ന് തോന്നുന്നത്. SFSൻ്റെ അകത്ത് 3 ബ്ലോക്കുകളുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെയാണ് പറയണത്. രാത്രിയായില്ല, അതിനിടയ്ക്ക് എല്ലാവരും ഹൈ ബീം ഓടായി. ചേട്ടാ രാത്രി എനിക്ക് അധികം വണ്ടി ഓടിക്കുന്ന ഇഷ്ടമേ അല്ല. വണ്ടി ഓൾമോസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് ആവാറായി. സർവീസ് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 19,888 കിലോമീറ്റേഴ്സായി. ഇതുവഴി കൂടെ പോകുമ്പോഴാണ് നമ്മുടെ അമ്പല്ലൂർ പാടം വിസിറ്റ് ചെയ്യുന്ന സ്ഥലം. അതുവഴി കൂടെ ഞാൻ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ 19,789. ഇന്ന് മിക്കവാറും ഞാൻ 19,900 കിലോമീറ്റർ കഴിയും. അത് 100% എനിക്ക് ആയി എന്ന് പറയാം. ഇനി വെറും ഒരു 11 കിലോമീറ്റർ കൂടെ കഴിയാൻ 19,900 കിലോമീറ്റർ. തിരിച്ച് വേറെ ഇതാണ് നമ്മുടെ കിൻഫ്രയുടെ ഫിലിം ആൻഡ് വീഡിയോ പാർക്ക്. ഇവിടെ കിൻഫ്രയുടെ വർക്കിംഗ് സ്റ്റേഷനാണ്. മേനംകുളത്ത് പറഞ്ഞുകൊണ്ട് കിൻഫ്രയുടെ അത് ടെക്സ്റ്റൈൽസും കാര്യമാണ്. നമ്മൾ ഇവിടെ എവിടെ ഒരു വഴിയുണ്ട് കേട്ടോ, അത് ഞാൻ മറന്നതല്ല. അത് കറക്റ്റ് കാണാൻ പറ്റില്ല, അത് കുറച്ച് ഹൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ കണ്ടോ നമുക്ക് മറ്റേ വഴി. ഇത് തന്നെ. ഇവിടെ മൊത്തം ബംഗാളി. ഈ ഒരു ഡൗൺ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് തന്നെ ഉണ്ടോ കേട്ടോ, കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് തന്നെ. ഇതൊരു ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതുവഴി കൂടെ നമ്മൾ അപ്പുറത്ത് മാവിൻമൂട് വഴിയാണ് കയറിക്കൊണ്ടിരുന്നത്. പക്ഷേ മാവിൻമൂട് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഇതുവഴി പോകാമെന്ന് വിചാരിക്കണം. ഹലോ, നമുക്കിനി മാവിൻമൂട് വഴി ഞാൻ അതുവഴി കയറുന്നില്ല. അവിടെ കുഴപ്പമില്ലാണ്ട് റോഡ് ഇതിനേക്കാളും ബെറ്ററാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ റൈറ്റ് എടുത്ത് കയറുമ്പോൾ ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ടേണാണ്. ഇത് ആരുടെ നിൽക്കുന്ന എന്നെ ഓട്ടിക്കണം? ഇല്ലല്ലോ, കാണാനില്ലല്ലോ. ഓക്കെ, അത് ഒരു റിസ്കി ആയിട്ടുള്ളൊരു ടേണായിട്ട് ഞാൻ ഇതിട്ട് അതുവഴി എടുക്കുന്നില്ല. കാരണം ചിലവരൊക്കെ നല്ല സ്പീഡിൽ വരുന്നവരുണ്ട്. എസ്പെഷ്യലി KSRTC ഇടിച്ച് തെറിപ്പിച്ച് കളയാം. അതുകൊണ്ട് നമുക്കിനി അതുവഴി പോകണ്ട. അത് കുറച്ച് റിസ്കി ആയതുകൊണ്ട് നമുക്ക് അതുവഴി പോകണ്ട. ഇത് നമ്മുടെ എന്തൊരു സ്കൂളാണ്. അലൻ ഫെഡ്മാൻ്റെ സ്കൂളാണോ? അല്ലല്ല, കിൻഫ്ര. ശരിയാണ്. അലൻ ഫെഡ്മാൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ടാണ്. ഇത് നമ്മുടെ കിൻഫ്രയുടെ ഭാഗം തന്നെ. കിൻഫ്ര ആയിരിക്കണം. ആണെന്നാ തോന്നുന്നു. ഇവിടെ കൃത്യത്തിൽ അറിയാം.
പണ്ടത്തെ ഓർമ്മ, പണ്ടത്തേക്ക് ഓർമ്മ അടിച്ചു കയറി വരുന്നു. ക്രിക്കറ്റ് കളിച്ചിട്ട് എത്ര വർഷമായിടെ? ഓൾമോസ്റ്റ് 10-15 വർഷമായി. ഇവിടെ നിന്ന് എനിക്ക് ലെഫ്റ്റാണോ? ഈശ്വര, ലെഫ്റ്റ് പുന്നാട്ട് ക്ഷേത്രം. അപ്പോൾ ഇത് തന്നെ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോയിട്ടൊന്ന് വന്നാല. പുന്നാട്ട് ക്ഷേത്രം, ഇങ്ങോട്ട് റെയിൻബോ ഇല്ല. അങ്ങോട്ട് ഞാൻ ഇതുവരെ ഫുള്ളായിട്ട് പോയിട്ടില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഹിഡൻ സ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ കണക്ക് നമുക്ക് ഒരു ഹില്ലിൻ്റെ അവിടെ വെച്ച് കണ്ടില്ല ഒരു ഹിഡൻ സ്പോട്ട്, അതേപോലെ ചിലപ്പോൾ ഇവിടെയും കാണും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡെഡ് എൻഡ് ആയിരിക്കും. ഞാൻ ഇവിടം വരെ കണ്ടേ വന്നിട്ടുള്ളൂ. ഓ സെറ്റ് വ്യൂ കേട്ടോ അവിടെ. ഓ സെറ്റ് വ്യൂ, മലമുകളിൽ അത്രയും നല്ല വ്യൂ ആണ് കാണാൻ. കയറി പോകാനും ഇറങ്ങാനൊക്കെ പാടാണെങ്കിലും ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. രാവിലെ ഒരു ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. ഓ അവിടെ ഡിഡൻ്റ് ആണെന്ന് പറഞ്ഞാ. അങ്ങോട്ടൊരു വഴി കിടക്കണേ, ഇങ്ങോട്ട് വഴി ഈശ്വര വളയ്ക്കാൻ പറ്റുമോ കേട്ടോ? വഴി അവസാനിച്ചാൽ ഇവിടെ വഴി കാണുന്നില്ല. ഇവിടെ വഴി ഇല്ലെന്നാണ് തോന്നട്ടോ. റിസ്ക് എടുക്കുന്നില്ല. എന്തോ ഒരു ഇത് ആ വഴി. ഏത് വഴി എനിക്കറിഞ്ഞൂടാ. ഇവിടെ വഴി ഉണ്ടോ എന്തോ കേട്ടോ? മാപ്പിലൊന്ന് നോക്കട്ടെ. അങ്ങോട്ട് എന്തായാലും പോണില്ല, പോയാൽ തിരിച്ച് കയറാൻ പറ്റുമുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അവസാനിക്കണമെങ്കിൽ റോഡ്. എൻ്റെ അമ്മ ഇവിടെ വഴിയേ ഇല്ലേ. എന്താണ് ഇത്? ഇവിടെ അങ്ങോട്ട് ചെന്നിട്ട് വഴിയെ കാണിക്കുന്നില്ല. ഓ അവോക്കിയുടെ റിസോർട്ട് ഇവിടെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് തിരിച്ചു പോവാം. അത് വഴിയില്ലെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ഒരു പൂച്ച, ബ്രൗൺ കളർ പൂച്ച. എൻ്റെ എത്തി നോക്കണം, അത് എത്തി നോക്കണം. അവൻ്റെ ഉറക്കം ശല്യപ്പെടുത്തിയതിന് മെത്തയിലേ കിടക്കുള്ളൂ. അങ്ങോട്ട് ഒരു ദിവസം പോയി നോക്കാം. ഇവിടെ വഴിയില്ലെന്നും തോന്നാം. ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടക്കണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കണ്ട, ഞാൻ പോകണം. ചെറിയ വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പോയാൽ വണ്ടി വളയ്ക്കാൻ ചിലപ്പോൾ പാടല്ല, ഇമ്പോസിബിൾ ആയിരിക്കും. അങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അത് എങ്ങോട്ട് എത്തും? അത് മറ്റേ ഒരു വില്ലയുടെ ആ റോഡാണ്. അവിടെ ഒരു സ്പ്ലിറ്റ് ചെയ്തൊരു വഴി കിടപ്പുണ്ട്, ആയിരിക്കാം. ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് വരുന്നുണ്ടോ? ഈ ഫോറസ്റ്റ് മൊത്തവും കാടാണല്ലോ. ആ വ്യൂ ഉണ്ടോ? സെറ്റ് വ്യൂ. ഹൈബീമേ ഒന്ന് താത്തടിയറാക്കി. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ അങ്ങ് പോവാം. റോഡ് കുറച്ച് മോശമാണ് എന്നേ ഉള്ളൂ, അത്ര വലിയ സീനൊന്നുമില്ല. റോഡ് മോശമാണെങ്കിലും എന്ത്, നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ അത്രയ്ക്ക്. എനിക്ക് ചാവാൻ വയ്യ, അതുകൊണ്ടാണ് ഇതുവഴി പോകുന്നത്. ഇതുവഴിയാണോ അതുവഴി? നമുക്ക് പോയി നോക്കാം. ഇതുവഴിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആണെന്ന് വിശ്വസിക്കാം. ഇത് തന്നെ ആയിരിക്കണം. മാറാ വണ്ടി വരുമ്പോൾ എല്ലാം കൂടെ എത്തിച്ചാണ്. കുറച്ച് ഇറക്കമാണ്, അതിൻ്റെ ഇടയിൽ റോഡും മോശം. അതുകൊണ്ടാണ് ഞാൻ ഇതുവഴിയൊന്നും അധികം വരാത്തത്. നല്ല ഇറക്കമാണ് കേട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ അത്രയ്ക്ക് തോന്നത്തില്ലെങ്കിലും ഭയങ്കര ഇറക്കവും. അത്ര വലിയ ഇറക്കമല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ സിമെൻ്റ് ഇട്ട്, അതുകൊണ്ട്
അതുകൊണ്ട് കുറച്ച് സെറ്റായി. ഇവിടെ നേരത്തെ ഭയങ്കര വൃത്തിയിട്ടാണ് ഒരു കുത്തിപ്പൊളിച്ചിട്ടേക്കും പോലെ ആയിരുന്നു. ഇപ്പോൾ അത് കുറച്ച് സിമെൻ്റ് ഇട്ട് ഇനി തൊട്ട് ഇതുവഴി വരാം, കുഴപ്പമില്ല. പൊക്കോളൂ പൊക്കോളൂ, ഇത് വലിയ സീനില്ല. നമ്മൾ കഴക്കൂടത്ത് ഇപ്പോൾ ഒരു ലോഡ് ഫ്ലാറ്റ് കേട്ടോ, ഒരു ലോഡ് ഫ്ലാറ്റുകൾ. ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളുള്ള ഏരിയ ആയിരിക്കണം കഴക്കൂട്ടം. ഇപ്പോൾ തന്നെ ഒരു 5-10 രൂപ കെട്ടിക്കൊണ്ടിരിക്കണം എന്നെ നമുക്ക്. എസ്പെഷ്യലി കോൺഫിഡൻറ്റ് കസ്റ്റമേഴ്സ് എയർടെക്കൊക്കെയാണ് ഇവിടെ അധികവും ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ എത്രയുള്ളൂ, നമുക്ക് ഇതൊരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗായിരുന്നു, മോട്ടോ വ്ളോഗിങ്. നമുക്ക് 19,892 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി ഒരു 7-8 കിലോമീറ്റർ കൂടെ ആകുമ്പോൾ നമുക്ക് 19,900 കിലോമീറ്റർ. അത് കഴിഞ്ഞൊരു 100 കിലോമീറ്റർ കൂടെ കഴിയുമ്പം നമുക്ക് 20,000 കിലോമീറ്റർ ഈ വണ്ടിയിൽ ആവും. സോ ഞാൻ പിന്നെ ആ സർവീസ് സെൻറ്ററിൽ വേറൊരു വേർഷൻ വണ്ടി എടുത്ത ഒരാളെ കണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ വണ്ടി വളരെ മോശമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ വഴി കിടക്കുന്ന എൻ്റെ കാര്യം മിക്കവാറും ഈ സർവീസ് സെൻറ്ററിൻ്റെ ആയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. എന്തായാലും ഞാൻ പോയി വിശ്രമിക്കട്ടെ. പിന്നെ നമുക്കൊരു അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.